ഹായ് ഓൾ. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും യൂട്യൂബിൽ വീഡിയോ ഇടാൻ തീരുമാനിച്ചു. അതെ, ഇതില് ഹലോ ഓൾ പറഞ്ഞതില് ഓക്കെ. അപ്പൊ ഇൻഷാല്ലാ നമ്മുടെ മോൻ അടുത്ത 3-ാം തീയതി തൊട്ടിട്ട്, അപ്പൊ ഇന്ന് 31-ാം തീയതി ആയി. ഇനി 3-ാം തീയതി തൊട്ടിട്ട് ആള് സ്കൂളിൽ പോയാണ്. അപ്പൊ അതിന്റെ ചെറിയ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കണം. അപ്പോൾ അതും പിന്നെ ഒരു ചെറിയ എവിടെയെങ്കിലും ഒരു ഇഫ്താർ നോമ്പ് തുറയും കൂടി ആക്കിയിട്ട് ചെറിയൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ച്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതിൽ വന്നത് ഞങ്ങൾ റോണക്കിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് ആദ്യം. പിന്നെ സംസാരിക്കുന്ന പ്രശ്നം. ഓക്കെ. അപ്പൊ എല്ലാവരും ദിലുവിന് ഫുള്ളായിട്ട് സപ്പോർട്ട് കൊടുത്ത് ധൈര്യം കൊടുത്ത് ഇനി ഇൻഷാല്ലാ റംസാനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാല് ദിലുവിന്റെ വക ഒരു ഡേ ഇൻ മൈ ലൈഫ്, ശരിക്കും ഡേ ഇൻ മൈ ലൈഫ് വരുന്നുണ്ട്. അപ്പോ അതോട് കൂടിയിട്ട് ഇൻഷാല്ലാ എല്ലാം സെറ്റ് ആവും അപ്പൊ എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും കുഴപ്പമില്ല, കുക്കിംഗ് അല്ലെങ്കിൽ മറ്റേ ഇലാനും പോയി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ. കുറച്ചു നേരം ഉള്ളൂ, 6:45 തൊട്ടിട്ട് 10-11 മണിയാകുമ്പോഴത്തേക്കാണ് എത്തും വീട്ടില്. അങ്ങനെ ഇൻഷാല്ലാ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇനി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ ലൈഫ് എന്തായാലും ഇനി ബിലാനിന്റെ സ്കൂളിൽ പോക്കനുസരിച്ച് ഡിപ്പെൻഡ് അനുസരിച്ച് എല്ലാം മാറി മറിയാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു 4:30 മണിക്ക് ആവും. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ ഇലാനും ഓൾറെഡി ഇപ്പൊ ഇന്ന് ഇത്തിരി മുഷാട്ടയാണ് ആൾക്ക്. അതെന്താന്ന് വെച്ചാൽ കുറുമ്പൊക്കെ ഉണ്ട് ആൾക്ക്. അപ്പൊ ഇപ്പൊ എന്തായാലും ആള് സ്കൂളിൽ പോകാനൊക്കെ ആൾ റെഡി ആയിട്ട് നിൽക്കണം. അപ്പൊ ഇന്ന് ഞങ്ങൾ കൊണ്ടുപോയിട്ട് കുറച്ച് ഇതൊക്കെ മേടിച്ചരാന്നൊക്കെ പറഞ്ഞാൽ വേഗം കാറി കയറി നിന്നിട്ട് ഞങ്ങൾ പോവാണ് അങ്ങോട്ട്. അപ്പൊ ബാക്കി വീഡിയോസ് ഒക്കെ നമുക്ക് കുറച്ചവിടെ എടുക്കാം. പിന്നെ അങ്ങനെ വലിയൊരു സംഭവമുള്ള ഒരു വീഡിയോ ഒന്നുമല്ല, നല്ലൊരു ചെറിയ വീഡിയോ. പിന്നെ അവസാനം റംസാൻ അവസാനം കഴിഞ്ഞിപ്പോ ഡ്രസ്സ് എടുക്കൽ കലാപരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ അതിന്റെ ഒരു വ്ളോഗ് വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഇൻഷാല്ലാ അങ്ങനത്തെ വ്ളോഗ് ഇനി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടായിരിക്കും ഇനി അങ്ങനെ പതുക്കെ കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ്. വർത്തമാനം പറഞ്ഞ ശരിയാവില്ല, പോയി പണിയൊക്കെ പറയുന്നത്. ഓക്കെ, ശരി, ബൈ. എന്തെറ്റില്ലാനു അങ്ങള് ക്ലോസ് ചെയ്താ, ഷോപ്പ് ക്ലോസ് ചെയ്താ? എന്തെറ്റില്ലാനു എന്തെറ്റി പറയാൻ തെറ്റിയെന്ന് പറ. ഷോപ്പിൽ വേറെ ഷോപ്പിൽ പോകാല്ലേ. അപ്പൊ ഞങ്ങൾ ഇലാനുവിന്റെ സാധനങ്ങൾ മേടിക്കാൻ വന്ന ഷോപ്പ് 3 മണിയായപ്പോ ക്ലോസ് ചെയ്ത്. നോമ്പായതുകൊണ്ട് ഇനി അവര് 7:30 ഓപ്പൺ ആക്കുള്ളൂ എന്ന് വിചാരിച്ച്, ഓപ്പൺ ആക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് നോമ്പ് തുറക്കണവർ എവിടെയെങ്കിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് നൈസായിട്ട് നോമ്പ് തുറ കഴിഞ്ഞിട്ട് വരാന്ന് വിചാരിച്ചല്ലേ. അപ്പോൾ ഇത് BBZ എന്ന് പറഞ്ഞിട്ട് ഓൾഡ് എയർപോർട്ട് റോഡിലുള്ള ഒരു ഷോപ്പാണിത്. അപ്പോൾ അവിടെ ഇതേപോലെ ബ്രാൻഡഡ് നല്ല കളക്ഷൻ ഉണ്ട്, ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ തന്നെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. പിന്നെ പ്രൈസും കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഷോപ്പിൽ തന്നെ. അപ്പോൾ ഇവിടെ ചെക്കൗട്ട് ചെയ്യാത്തൊരു ഖത്തറിലുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം. പിന്നെ ഞാൻ വേഗം തന്നെ ടോയ്സിൻ്റെ അടുത്തേക്ക് വന്ന് ഏതാ വേണ്ടില്ല അനുവിന്? അനിമൽസ് മതിയാ, വേറെ വേണ്ടേ? കാറൊന്നും വേണ്ടേ? അനിമൽസ് മതിയാ? സ്ലൈം ഇപ്പൊ ഓപ്പൺ ആക്കണ്ടില്ല അനു. സ്ലൈം റൂമിൽ ചെറിയ ഓപ്പൺ ആക്കാം. ഇതിന്റെ വാല് ചാടിപ്പോയി. ഇതിന്റെ ഉള്ളിലുണ്ട്, ഞാൻ കണ്ട്. നോമ്പ് വളരെ നോമ്പല്ല, ഇന്നത്തെ ഒരു ദിവസമാണ്. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങള് എന്തൊക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്ത് പുറത്തിറങ്ങിയിട്ട് ഒന്നും നടന്നില്ല അല്ലേ. ഒരു കാര്യം അവിടെ ക്ലോസ് ആയി. പിന്നെ കയറി അവിടെ കുറച്ച് എന്തൊക്കെ കിട്ടി. പിന്നെ ഞങ്ങള് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ഒരുപാട് തൊട്ട് ഇങ്ങോട്ടേക്ക് എല്ലാ സ്ഥലത്തും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ട് എവിടെയും ഇഫ്താർ പെർഫെക്റ്റ് ഇല്ല. അവസാനം രാത്രിന്ന് ഒരു ഇഫ്താർ ഓൾറെഡി ട്രൈ ചെയ്തതാ.
നമ്മൾ ഇന്നലെ വീഡിയോ ഒക്കെ ഇട്ടിട്ട് വെറൈറ്റി ട്രൈ ചെയ്യാലോന്ന് വിചാരിച്ചിട്ടാണ് വെറൈറ്റി ആയിട്ട് പോയത്. പക്ഷെ എവിടെ ഇല്ല, ബോക്സും ഇല്ല, ഇഫ്താർ ബോക്സും ഇല്ല, സീറ്റും ഇല്ല, എവിടെയും ബഫറ്റ് സീറ്റും ഇല്ല. അങ്ങനെ പ്ലാൻ കോളായി. അങ്ങനെ ഞങ്ങള് ഇന്നത്തെ ഒരു ദിവസം ഒരുപാട് ഓടി അല്ലേ, ഒരു 1.5-3 മണിക്കൂർ കൊണ്ട് വെള്ളം കുടിച്ചിട്ട് റൂമിൽ പോവാന്ന്. അവസാനം രാത്രിന്ന് നമുക്ക് ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ട അതേ ബോക്സ്, അതിന് ചെറുതാണെന്ന് തോന്നുന്നത്, അന്ന് മേടിച്ച പ്രീമിയം ഇട്ടായിരുന്നു, അത് ചെറുതാ, ആ ബോക്സിൽ നിന്ന് കിട്ടി. അപ്പൊ അത് വെച്ചിട്ട് ഇന്ന് നോമ്പ് തുറക്കാന്ന് വിചാരിച്ച്, അപ്പൊ അങ്ങനെ ആക്കാന്ന് വിചാരിച്ച്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ ഞങ്ങള് പിന്നെ അപ്പൊ ഇത് വളരെ ചെറിയ 3 മിനിറ്റ് 4 മിനിറ്റിന്റെ വീഡിയോ ഉണ്ടാവുള്ളൂ. അപ്പൊ നാളെ ഞങ്ങൾ വേറെ പരിപാടിയായിട്ട് ഇറങ്ങാം. ഓക്കെ, ബൈ. അപ്പം നമ്മുടെ നോമ്പ് തുറക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ അതേ പാർക്കിൽ വന്നേക്കാണ്. ഇലാനിതാ അവിടെ പോയി പ്ലേ ചെയ്യേണ്ടതാ. ഇലാൻ അവിടെ നിന്ന് പ്ലേ ചെയ്യുന്നുണ്ട്. സ്കൂട്ടറൊക്കെ ആയിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് ദിലുവിന്റെ സ്പെഷ്യൽ ഐറ്റംസുകളൊക്കെ ഉണ്ട്. സ്പെഷ്യൽ ഒന്നുമില്ല, പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. ഞങ്ങള് ഇന്നലെ പാളിപ്പോയ ഷോപ്പിംഗ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച്. എന്തായാലും എന്തൊക്കെയുണ്ട് നോക്കാം ദിലുവിന്റെ വക സ്പെഷ്യല്. ഇത് കൊറേ ഐറ്റംസ് ഉണ്ടല്ലോ. പെട്ടി മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല. അപ്പൊ ഇത് മസാല എഗ്, ഓക്കെ. പിന്നെ ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണ്, കട്ട് ഫ്രൂട്ട്സ് കുറച്ച് കൂടുതൽ എടുക്കുക, ഫ്രൂട്ട്സ് ഐറ്റംസ്. ഓക്കെ, പിന്നെ മിനി പഫ്സ് ഭയങ്കര ചെറുതായി പോയല്ലേ? എന്നാലും ഓക്കെ, ചെറുത് തന്നെയാണ്. അപ്പൊ പിന്നെ ജ്യൂസും മാംഗോ ജ്യൂസും ഉണ്ട്, വെള്ളമുണ്ട്. പിന്നെ കടൽ കടന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പെരുന്നാൾ ഡ്രസ്സുകൾ വന്നിട്ടുണ്ട്. അപ്പൊ അത് ഓൾറെഡി ഒരാള് കൊണ്ടുത്തന്ന് ഫാമിലി. അപ്പൊ അനിയന്റെയും അനിയത്തിയുടെയും പുതിയ പെരുന്നാളാണ്. അപ്പൊ അവരുടെ വക ഡ്രസ്സ് എത്തിയിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ ഡ്രസ്സ് ഇപ്പൊ പൊട്ടിക്കൂല, പെരുന്നാളിന്റെ അന്ന് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ഇന്നത്തെ നോമ്പ് വളരെ രാഹത്തായി. ഞങ്ങള് ഏതാണ് പാർക്ക്, മുംതസ പാർക്കിൽ വന്നിട്ടാണ് നോമ്പ് തുറന്നത്. ഇനി ഇന്നലെ കോളായ എല്ലാ കാര്യങ്ങളും ഇനി ഇന്നാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇന്നലെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടൊന്നും നടന്നില്ല, ഇലാനുവിൻ്റെ കാര്യത്തിന് പോയിട്ടൊന്നും നടന്നില്ല. അപ്പം ഇന്ന് പോയിട്ട് ഇലാനുവിൻ്റെ സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പം അതിൻ്റെ തിരക്കൊക്കെയാണ്. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ അതിന് സംബന്ധമായിട്ടായിരിക്കും അല്ലേ. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. ഹലോ ഗൈസ്, എങ്ങനെയുണ്ട് ഇതിൽ ഇന്നത്തെ ദിവസം? ഇന്ന് ഞങ്ങള് നോമ്പൊക്കെ തുറന്നതിന് ശേഷം നേരെ ഇവിടെ പോയടാ ഇലാന്റെ കാര്യത്തിന് വേണ്ടിട്ട് കുറച്ച് ഓടി. പിന്നെ ഓട്ടം എന്താ ഓട്ടായി പോയല്ലേ. കൊറേ സ്ഥലത്ത് കയറി ഇറങ്ങി, മറ്റേ ട്രാഫിക്കും സ്കൂള് തുറക്കണതിന്റെ തിരക്കും, മറ്റേ റോണക്കില് ജനസാഗരം, അങ്ങനെ കൊറേ നേരം അവിടെ. ആക്ച്വലി ഞാനോട് സ്കൂളിലെ ഫസ്റ്റത്തെ വർക്കാ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുമ്പോ ടേബിളിന്റെ പുറത്ത് വെക്കുന്ന ടേബിൾ മാറ്റ് ആണ് സംഭവം. അപ്പൊ അത് അവര് ഓൾറെഡി ഒരു ഇത് അയച്ചു തന്നെ നമുക്കൊരു ഫോട്ടോ. അത് നമ്മള് പ്രിന്റ് എടുത്ത് കളർ ചെയ്ത് ലാമിനേറ്റ് ചെയ്യണം. ലാമിനേറ്റ് ചെയ്ത് പിന്നെ നെയിം സ്ലിപ്പിന് വേണ്ടിട്ട് അത് ഓടി, അത് കിട്ടിയില്ല. പിന്നെ റോണക്കില് പോയി, അവിടെ നല്ല സാധനങ്ങൾ കിട്ടിയല്ലേ ഒരു ദിവസം. അപ്പൊ അങ്ങനെ കാര്യങ്ങള് അല്ലേ. അപ്പൊ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനി ഞങ്ങള് ലുലുവില് കയറാൻ പോവാണ്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനിയിപ്പൊ അതൊക്കെ ഞങ്ങൾ റൂമിൽ വെച്ചിട്ട് പറ്റണമെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഒരു വീഡിയോയിൽ കാണിക്കാം എന്തൊക്കെ മേടിച്ചെന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങള് ഇങ്ങനെ എല്ലാ പ്രാവശ്യവും വീഡിയോ നല്ല രീതിയിലാക്കണം എന്ന് വിചാരിക്കുന്ന ദിവസമാണ് ഒട്ടും വീഡിയോ സെറ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ ഇനി തൊട്ട് അങ്ങനെ വിചാരിക്കണ്ട, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അപ്പൊ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഞങ്ങളപ്പോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഈ രണ്ടാമത്തെ വ്ളോഗും കൊളായി. വിചാരിച്ച പോലെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഇങ്ങനെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കണ് ഇങ്ങനെ. അപ്പോൾ
ചെറിയ ഇതും കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കണം. പിന്നെ ഇൻഷാല്ലാ ആകെ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ നല്ലൊരു നോമ്പോരം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റൂമിൽ നിന്ന് തന്നെ ഇതിലുണ്ടാക്കി. പിന്നെ ഞങ്ങൾ അങ്ങനെ പാർക്കിലൊക്കെ പോയിരുന്നപ്പോൾ ഇല്ലാനും കുറച്ച് നേരം കളിക്കാനൊക്കെ പറ്റി. ഞങ്ങൾ അവിടെ നോമ്പൊക്കെ തുറന്നിങ്ങനെ വന്ന് അത് മാത്രമേ ഒരു എൻജോയ്മെന്റ് ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ തലങ്ങും വിലങ്ങും ഓട്ടം, ബ്ലോക്കി കിടക്കല് അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാടായി സമയം. ഇനിയിപ്പോ ഞങ്ങള് ലുലുവില് പെട്ടെന്നൊന്ന് കയറി കുറച്ച് സാധനം മേടിച്ചിട്ട് നേരെ റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ പിന്നെ. ഓക്കെ, ബൈ.